കേരളത്തിൽ ഒരുപാട് കോട്ടകളുണ്ട്. അഞ്ചുതെങ്ങ് കോട്ട, പാലക്കാട് കോട്ട, കണ്ണൂർ കോട്ട, അങ്ങനെ കുറെ. കാസർഗോഡ് ജില്ലയിലും ഒരുപാട് കോട്ടകളുണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട കോട്ടയായ ബേക്കൽ കോട്ടയാണ്. ബേക്കൽ കോട്ടയിലേക്ക് പോകുമ്പോൾ ആദ്യം കാണുന്ന ഗേറ്റ് ആണ് ഇത്. ഇതാണ് ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ഇത്. ഏഷ്യയിലെ പ്രധാനപ്പെട്ട കോട്ടകളിൽ ഒന്നാണ് ഇത്. 400 വർഷം പഴക്കമുള്ള കോട്ടയാണ് ഇത്. ₹25 ഇവിടെ ടിക്കറ്റ് നിരക്ക്. ഇതാണ് കോട്ടയുടെ മുൻവശം. ഈ പച്ചപ്പ് കാണുന്നിടത്തൊക്കെ പണ്ട് വെള്ളമായിരുന്നു. പെട്ടെന്ന് ശത്രുക്കൾ കോട്ടയിലേക്ക് കയറാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. അതിൽ മുതലേ വളർത്തി എന്നും പറയുന്നു. കോട്ടയുടെ മുൻവശത്ത് ഒരു പ്രധാന കവാടം മാത്രമേ ഉള്ളൂ. അതാണ് ഇത്. കോട്ടയ്ക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ആഞ്ജനേയ സ്വാമി ക്ഷേത്രമാണ് ആദ്യം കാണുന്നത്. ഹനുമാനെ ആരാധിച്ചാൽ ധൈര്യം, ബുദ്ധി, നിർഭയം എന്നിവ ലഭിക്കുമെന്നാണ് വിശ്വാസം. കോട്ടയിലെ സൈനികർക്ക് ആരാധിക്കാൻ വേണ്ടിയാണ് ഈ അമ്പലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിത്യപൂജയുണ്ട്. ശനിയാഴ്ചയാണ് പ്രധാന ദിവസം. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ഗേറ്റിലേക്ക് എത്തും. അവിടെ നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്യും. കോട്ട സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം ആദ്യം കാലത്ത് കാദംബര രാജവംശം, മൂഷികര രാജവംശം, കോലോത്തിരി രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. പിന്നീട് ഇത് വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായി. 1565 തൈക്കോട്ട് യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യം പരാജയപ്പെട്ടു ശേഷം ബദനൂൺ രാജാവിന്റെ കീഴിലായി ഈ പ്രദേശം. കുമ്പളിയിലെ ഇക്കിരി നായക്കന്മാർ എന്നറിയപ്പെടുന്ന ബദനൂൺ നായക്കന്മാരിലെ ശിവപ്പ നായകനാണ് ഈ കോട്ടയുണ്ടാക്കിയെന്ന് പറയുന്നു. എന്നാൽ കോലോത്രി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായിക്കൻ പുതുക്കി പണിതതാണെന്നും കരുതപ്പെടുന്നു. 1763 ടിപ്പു സുൽത്താനിന്റെ പിതാവായ മൈസൂർ രാജാവ് ഹൈദർ അലി ഈ കോട്ട കൈയടക്കി. ടിപ്പുവിന്റെ ഭരണകാലത്ത് ഈ കോട്ട അവരുടെ ഭരണസ്ഥിര കേന്ദ്രമായിരുന്നു. 1791 ബ്രിട്ടീഷുകാർ കോട്ട കൈയടക്കി. സ്വാതന്ത്ര്യത്തിനു ശേഷം കേന്ദ്ര സർക്കാരിന്റെ കീഴിലായി. ഇപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശൂർ സർക്കിളിന്റെ കീഴിലാണ്. ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് 38 ഏക്കറോളമാണ്. ഇത് ഈ കോട്ടയിലെ ഏറ്റവും വലിയ നിരീക്ഷണ ഗോപുരമാണ്. നിങ്ങൾ കണ്ടോ അതിലെ ആൾക്കാർ കയറി പോകുന്നത്? അതാട്ടോ നിരീക്ഷണ ഗോപുരത്തിലേക്ക് കയറിപ്പുള്ള വഴി. ഇതുണ്ടാക്കിയിരിക്കുന്നത് വെട്ടുകല്ല് വെച്ചാട്ടോ. ബാക്കി അതിനകത്ത് വരുന്ന കമ്പിയൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ മുകളിൽ നോക്കി നല്ല രസമാട്ടോ ചുറ്റും കാണാൻ. ഈ നിരീക്ഷണ ഗോപുരത്തിന്റെ പ്രാധാന്യം ഈ നിരീക്ഷണ ഗോപുരത്തിന്റെ മുകളിൽ കയറി നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. 38 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ കോട്ടയുടെ ചുറ്റുമുള്ള എല്ലാ പ്രദേശവും ഇവിടുന്ന് നോക്കിയാൽ കാണാം. വളരെ ദൂരെ നിന്നുള്ള ശത്രുക്കളുടെ നീക്കം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. നിങ്ങൾ കാണുന്ന ആ റൗണ്ട് ഷേപ്പിന് പറയുന്നതാണ് കൊത്തളം. ഇതുപോലെ 16 എണ്ണം ഈ കോട്ടയുടെ ചുറ്റുമുണ്ടെന്നാണ് പറയുന്നത്. അറബിക്കടലോട് ചേർന്നാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ആ കാണുന്ന ചെറിയ വീട് പോലെ ഇരിക്കുന്നത് ആയുധപ്പുരയാണെന്നാണ് പറയുന്നത്. ആ ഓപ്പോസിറ്റ് കാണിക്കുന്ന ഭാഗം പള്ളിക്കര ബീച്ചാണ്. ഒരു താക്കോലിന്റെ ആകൃതിയിലാണ് ഈ കോട്ട ഉള്ളത്. കേരളത്തിലെ ഒട്ടുമിക്ക കോട്ടകളും ബ്രിട്ടീഷുകാരാണ് ഉണ്ടാക്കിയത്. എന്നാൽ ബേക്കൽ കോട്ടയും കണ്ണൂർ കോട്ടയും തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. ഇവിടുത്തെ മറ്റു കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു കിണറാണ്. നമ്മുടെ വീട്ടിലൊക്കെ റൗണ്ട് ഷേപ്പിലാണുള്ളത്. കപ്പിയൊക്കെ കെട്ടി വെള്ളം കോരിയെടുക്കാൻ. ഇവിടെ സ്റ്റെപ്പ് കെട്ടി കിണറിലേക്ക് ഇറങ്ങാനുള്ള രീതിയിലാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. കുതിരകൾക്ക് ഇറങ്ങി ചെന്ന് വെള്ളം കുടിക്കാനാണ് ഇത്ര ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു കിണറാണെന്ന് തോന്നുന്നു.
ഇതിപ്പോ ഗില്ലിട്ടിട്ട് അടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് മൊത്തം വേസ്റ്റ് ആണ്. ഇതാണ് ദർബാർ ഹാൾ, മീറ്റിംഗ് ഒക്കെ നടത്തിയിരുന്ന സ്ഥലം. ഞാനിപ്പോ നടന്നു പോകുന്ന വഴികളൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയതാണ്. ഞാൻ നിങ്ങൾ നേരത്തെ കാണിച്ചിരുന്നൊരു കിണറ്, അതേപോലത്തെ ഒരു കുളമാണ് ഇത്. സ്റ്റെപ്പ് ഇറങ്ങി കുളത്തിലേക്ക് പോകാവുന്ന രീതിയിലാണ് ഇതും ഉണ്ടാക്കിയിരിക്കുന്നത്. കുളത്തിന് നല്ല ആഴമുണ്ടെന്ന് ഈ വെള്ളം കണ്ടാൽ തന്നെ മനസ്സിലാവും. നാനൂറ് വർഷം പഴക്കമുണ്ടെങ്കിലും ഈ കോട്ടയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ കോട്ടയുടെ പലയിടത്തും കടലിലേക്ക് പോകാനുള്ള രഹസ്യ വഴിയുണ്ട്. പെട്ടെന്ന് ആക്രമണം വന്നാൽ കടൽ മാർഗം രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്ര വലിയ കോട്ട ആയതുകൊണ്ട് പല ഭാഗത്തും കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ കോട്ടയുടെ ചുറ്റും നടക്കാനായി നടപ്പാത കെട്ടിയിട്ടുണ്ട്. ഇതും ഒരു കൊത്താളമാണ്. ഈ കൊത്താളത്തിന്റെ പല ഭാഗത്തായി കട്ട വെക്കാണ്ട് ചെറിയ ചെറിയ സ്പേസ് വിട്ടിട്ടുണ്ടാവും. അത് പീരങ്കി വെക്കാനുള്ളതാണ്. കണ്ടോ, ഈ സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കടല് കാണാൻ പറ്റും. ഈ ത്രികോണാകൃതി കാണുന്നത് വെളിച്ചത്തിന് വേണ്ടി എന്തെങ്കിലും വെക്കാനുള്ളതായിരിക്കാം. ഈ കോട്ടമതിലിന്റെ ചുറ്റും ചെറിയ ചെറിയ തുളകളുണ്ട്. അതിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തുള്ളത് നന്നായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ നോക്കുന്ന ഈ ഭാഗത്തിന്റെ വലിപ്പം ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവില്ല. ഇതെന്തിനാന്ന് വെച്ചാൽ ഉള്ളിലുള്ള ആൾക്ക് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ കഴിയും. പുറത്തുള്ള ആള് ഉള്ളിലേക്ക് നോക്കിയാൽ ഒന്നും കാണാൻ കഴിയില്ല. ഇതും അതേപോലെ തന്നെയാണ്. ഇതും നിരീക്ഷണത്തിനാണ് വെച്ചത്. കുറച്ച് ദൂരം നടന്നപ്പോൾ ഞങ്ങളൊരു ഗേറ്റിൻ്റെ അടുത്തെത്തി. അത് കടൽ തീരത്തിലേക്ക് ഇറങ്ങാനുള്ള ഗേറ്റ് ആയിരുന്നു. ഒട്ടുമിക്ക ആൾക്കാരും നടന്നു വന്ന് ഇവിടെയാണ് റെസ്റ്റ് എടുക്കാറ്. ഇവിടുന്ന് നോക്കിയാൽ കടല് നന്നായിട്ട് അടുത്തായിട്ട് കാണാൻ കഴിയും. കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ശാന്തമായ കടലാണ് നമുക്ക് കാണാൻ കഴിയുക. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കടല് നല്ല തിരമാല അടിക്കുന്ന കടലാണ് ഇവിടുന്ന് കാണുക. നിങ്ങൾ കാണുന്നുണ്ടോ കടലിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു പൊത്തളം? അവിടെ വരെയും സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ട്. ബീച്ചിന്റെ ഒരു ഭാഗത്തായി ഇതുപോലെയുള്ള നടവഴിയുണ്ട്. ഇതിന്റെ ഒരു ഭാഗത്തായി കുറെ പാറക്കെട്ടുകളുണ്ട്. അതിന്റെ മുകളിൽ നിന്ന് കുറെ ചേട്ടന്മാർ മീൻ പിടിക്കുന്നത് ഞങ്ങൾ കണ്ടു. അങ്ങോട്ട് ഞങ്ങൾക്ക് പ്രവേശനമൊന്നുമില്ല. നിങ്ങൾ കാണുന്ന കൊത്തളയില്ലേ, നമുക്കിനി അവിടെ പോയി നോക്കാം. കടലിന്റെ അടുത്തുള്ള കോട്ടകൾ കടൽ തീരത്തിന്റെ അടുത്താണ് ഉണ്ടാവുക. പക്ഷേ ഈ കോട്ട അങ്ങനെയല്ല. ചില ഭാഗം മാത്രമേ കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കോട്ട കാണാൻ കഴിയും. ആ നിൽക്കുന്നതാണ് കോട്ട. കടൽ തീരത്തിനെക്കാട്ടും കുറെ ദൂരെ ഉയർന്നാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഒരിടത്ത് കടലും പാറക്കെട്ടുകളും. ഈ ഒരു നിരീക്ഷണ ഗോപുരം കടന്ന് പെട്ടെന്നൊന്നും കോട്ടയിലേക്ക് എത്തുന്നത് ശത്രുക്കൾക്ക് കഴിയില്ല. ഇവിടുന്ന് നോക്കിയപ്പോൾ എനിക്ക് നല്ല അത്ഭുതമായിട്ടാണ് തോന്നിയത്. യാതൊരു വിദേശ സഹായം കൂടാതെ നമ്മുടെ നാട്ടുകാർ ഉണ്ടാക്കിയെടുത്ത ഒരു കോട്ടയാണ് ഈ കോട്ട. നമ്മുടെ നാട്ടിൽ പാലൊക്കെ പണിഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തിനുള്ളിൽ കേടാവും. 400 വർഷത്തോളം പഴക്കമുള്ള കോട്ടയ്ക്ക് ഇപ്പോഴും വലിയ കേടുപാടും ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് ഇവിടുത്തെ അതിശയം. ഞാൻ സോഷ്യൽ സയൻസ് പഠിച്ചപ്പോൾ മീഡിയവൽ ഇന്ത്യ അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ പാഠഭാഗത്തിലാണ് ഞാൻ വിജയനഗര സാമ്രാജ്യം ആദ്യമായിട്ട് കേട്ടത്. ഈ കോട്ട നിൽക്കുന്ന ഭാഗമൊക്കെ വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നെന്ന് എനിക്ക് അതിശയം തോന്നി. സിനിമകളിൽ മാത്രമാണ് ഞാൻ കോട്ട കണ്ടിട്ടുള്ളൂ. ഈ കോട്ട എത്ര യുദ്ധങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ടാവും, എത്ര പേരുടെ ചോര ഇവിടെ വീണിട്ടുണ്ടാവും. നമ്മളുടെ ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന കോട്ട കാണാൻ കഴിഞ്ഞത് എനിക്ക് സന്തോഷമുണ്ട്.